ഹിന്ദു ന്യൂസ് പേപ്പർ എൻ്റെ കയ്യിൽ ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ലേഖനം ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ടോക്സിക് മീഡിയ പ്ലാറ്റ്ഫോം എന്നാണ്. ടോക്സിക്കായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇന്ന് പലയിടങ്ങളിലും സോഷ്യൽ മീഡിയ ചർച്ചകൾ മുഴുവൻ ടോക്സിക്കാണ്, വിദ്വേഷം പരത്തുന്നവയാണ്, ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നവയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നല്ലത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മോർ ദാൻ 98% ടോക്സിക് ആയ സംഭവങ്ങളാണ്. അത് പലപ്പോഴും ഫാമിലിയുമായി ബന്ധപ്പെട്ട സംഗതികളായിരിക്കാം. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ മൂലം തൊലാക്കിലേക്ക് എത്തിയ എത്രയോ കുടുംബങ്ങളുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു കുടുംബമുണ്ട്. അപ്പൊ അവരുടെ ഭർത്താവിന്റെ സങ്കടം എന്ന് പറയുന്നത് ഇവളെപ്പോഴും ഫോണിലാണ് എന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെ ഫോൺ ഉപയോഗിക്കൂ? ഞാനിങ്ങനെ കുറച്ചൊക്കെ. അപ്പൊ അവളും പറയുന്നുണ്ട്, ഇയാളെപ്പോഴും ഫോണിലാണ് ഉസ്താദേ, ഇയാളെപ്പോഴും ഫോണിലാണ്. അപ്പൊ സംഗതി എന്താണ് അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ സഹോദരിയുടെ വിഷയം ഈ ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ട് കൂടുതലും കാണുന്നത് ഈ ജനങ്ങൾക്ക് കുടുംബം നന്നാക്കാൻ ഇരിക്കുന്നു എന്ന് പറയുന്ന കൗൺസിലേഴ്സിന്റെ വീഡിയോസാണ്. ഒരുപാട് കണ്ട് ഇത് തലക്ക് പിടിച്ചിട്ട് ഇത്തരം ഫാമിലി വ്ലോഗുകൾ കണ്ടിട്ട് ഇത് മുഴുവൻ തൻ്റെ ഭർത്താവിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കും. ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്നത് പോലെ. എൻ്റെ കെട്ടിയോൻ ഇങ്ങനെയല്ല, അവൻ കഷ്ടപ്പെട്ടവളെ നോക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അതൊരു ടോക്സിക്കായി തലക്ക് പിടിച്ചത് കൊണ്ട് ആ ബന്ധം തകർച്ചയിലേക്ക് എത്തി. ജീവിതത്തിൽ സന്തോഷമില്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഇവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ? ഈ സുഗന്ധം പരത്തുന്ന വിഭാഗത്തിന്റെ ഒരു ക്വാളിറ്റി, അവർ നടക്കുന്നത് പോലും ആരും അറിയൂല എന്ന് പറഞ്ഞാൽ അത്രമേൽ വിനയാന്വിതരായി. ഒരു പുൽക്കൊടിക്ക് പോലും എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ചിന്തിക്കുമാർ അത്രമേൽ സ്മൂത്തായിട്ട് നടക്കും. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്, അവിടുത്തെ നടത്തത്തെക്കുറിച്ച് ശമായിലിൽ കാണാം. അവിടുന്ന് നടക്കുന്നത് ഒരു കുന്നിറങ്ങി വരുന്നത് പോലെയാണ്. അത്രമേൽ താഴേക്ക് നോക്കി, ഞാൻ ഒരു ഉറുമ്പിനെങ്കിലും ചവിട്ടുന്നുണ്ടോ, ഒരു പുൽക്കൊടിയെങ്കിലും എൻ്റെ കാല് പതിഞ്ഞ് നാശം സംഭവിക്കുന്നുണ്ടോ, അങ്ങനെയെല്ലാം നോക്കി വിനയവിധേയനായി നടന്നു വരുന്ന ഒരു മഹാമനീഷിയുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് രാജാവായിരുന്നു. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വിറക്കാൻ, എന്തിനെങ്ങനെ വിറക്കുന്ന? അടങ്ങ്. ഞാനങ്ങനെ ഇന്നി ലസ്തു ബി മലിക്കിൻ, ഞാനൊരു രാജാവൊന്നുമല്ല, ഉണക്കറൊട്ടി പിച്ചിപ്പറിച്ച് കഴിച്ചിരുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മോനാണ് ഞാൻ. സയ്യിദുനാ റസൂലുള്ളാഹ്. പേടിക്കല്ലടോ നബി പറയാൻ. അത്രമേൽ വിനയാന്യതനായി. എന്തുകൊണ്ട്? ആ സ്വഭാവത്തിന്റെ അപ്പോസ്തലനായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് രണ്ടാമത്തെ അവരെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്വാളിറ്റി എന്താ? വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരം കെട്ട ആളുകൾ തർക്കിക്കാൻ വരുമ്പോ, വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ താർക്കിക ലക്ഷ്യത്തോടുകൂടെ വല്ലതും എടുത്തിടുമ്പോ, അസ്സലാമു അലൈക്കും, എനിക്കിപ്പോ നേരമില്ല കേട്ടോ, ഇവരാണ് മുഅ്മിനീങ്ങൾ എന്ന് നമ്മളെങ്ങനെ ചിന്തിക്കുക? ഞാനിപ്പോ അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ, ഞാനിപ്പോ അതിനെതിര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെറുതായി പോവും. അതായത് കൊച്ചു തോൽവികൾ പോലും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് പഠിപ്പിച്ചു തരാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈബിയ സന്ധിയൊക്കെ നമുക്കറിയാല്ലേ. ഹുദൈബിയ സന്ധി നടക്കുമ്പോ സ്വഹാബത്തിനെ കൊണ്ട് ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്ന് സുഹൈൽ ഇബ്നു അംർ അവിടെ മുമ്പിൽ നിൽപ്പുണ്ട്. കടന്നു പോകരുത് മക്കത്തേക്ക് അടുക്കാൻ പറ്റൂല. നിങ്ങൾ ഈ കൊണ്ടുവന്ന കുറച്ച് സംഘത്തെ ഈ വലിയ സംഘം ആക്രമിച്ചാൽ സ്വഹാബത്തിൽ ഇപ്പൊ പേടിച്ച് ഓടിപ്പോവും. ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ഇങ്ങനെ ചിരിച്ച് സുസ്മേരവദനായി നിൽക്കാൻ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി അവന്റെ പല്ലടിച്ചാൻ പൊട്ടിക്കട്ടെ യാ റസൂലല്ലാഹ്. വേണ്ട ഉമർ, വേണ്ട. ഈ പ്രസംഗിക്കുന്ന സുഹൈൽ ഇബ്നു അംർ നാളെ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. റസൂലുള്ളാഹിന്റെ ഒരു ആത്മവിശ്വാസം അവിടെ നിന്ന് ഇങ്ങനെ മുമ്പിൽ കണ്ടതുപോലെ പറയാൻ, കണ്ടിട്ട് തന്നെ പറയാൻ സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പൊ ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുന്ന ഈ സുഹൈൽ ഇബ്നു അംർ നാളെ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹാബ. റസൂലുള്ളാഹിന്റെ സ്വഭാവം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് സയ്യിദുനാ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. റസൂലുള്ള വഫാത്തായപ്പോ ഉമറിന് നിൽക്കാൻ പറ്റണില്ല. നബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. അന്ന് ഉമറിനെ മദീനത്ത് വെച്ച് അടക്കി നിർത്തിയതാരാ? അബൂബക്കറിന് സിദ്ദീഖാൻ റളിയല്ലാഹു. എന്നാൽ ഇതേ അവസ്ഥ മക്കക്കാരായ പലർക്കും ഉണ്ടായിരുന്നു. റസൂലുള്ള വഫാത്തായോ? അങ്ങനെ പറയാൻ പറ്റൂല. അവർ കിടന്നിങ്ങനെ ചാടുമ്പോ അന്ന് അബൂബക്കറിന്റെ സ്ഥാനത്ത് മക്കത്തുണ്ടായിരുന്നത് അവിടെ പ്രസംഗിച്ചുകൊണ്ട് അവരെ അടക്കി നിർത്തിയത് സയ്യിദുനാ സുഹൈൽ ഇബ്നു അംറാണ്
റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? തർക്കിക്കാൻ പോയില്ല. ആര്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കേവലം അറിവില്ലാത്ത ആളുകൾ, എന്നാൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടി വരും. മറുപടി പറഞ്ഞിട്ടും പിന്നെയും തർക്കിക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെവർ മൈൻഡ് ചെയ്തു വിടണം. തോറ്റെന്ന് കരുതിക്കോട്ടെ, പക്ഷെ അത് തോൽവിയല്ല, വിജയത്തിന്റെ മുന്നോടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ, ചിലയിടങ്ങളിൽ നീ മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നീ പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളൂല. ഇന്നിപ്പോ കുടുംബ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ പല ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെല്ലാം വീഡിയോസ്, ഒരു കാര്യമില്ലാതെ ഒത്തൊരുമയോടെ പോകുന്ന കുടുംബ ഗ്രൂപ്പുകൾക്കിടയിലേക്ക് ഏതെങ്കിലും ഒരുത്തം കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. പിന്നെ അതിന്റെ പിന്നാലെ തർക്കങ്ങൾ, പാപ്പായും മൂത്താപ്പായും തമ്മിൽ തെറ്റും, മക്കളും മൂത്താപ്പായും തമ്മിൽ തെറ്റും, ഇടി. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള ഇടിയായി മാറിയിട്ടുണ്ടെന്ന്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയമൊക്കെ ഉപയോഗിക്കുന്നത്. ഇമാമുൽ ഷാഫി തങ്ങൾ പറയാൻ, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കൊണ്ടുവന്നിടണമെങ്കിൽ അറിവുള്ള ആളുകൾ അക്കൂട്ടത്തിലുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണേ, എന്നിട്ടും അതിൽ കടിച്ചു തൂങ്ങാണെങ്കിൽ പിടിച്ചു പുറത്താക്കിയേക്കണം, അല്ലാതെ അവിടെ തർക്കിക്കാൻ നിൽക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇമാമുൽ ഷാഫി തങ്ങൾ പറയുന്നുണ്ട്, വസുംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു. ഈ ജാഹിലിനോട്, വിഡ്ഢിയോട് മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു. ഇല്ലെങ്കിൽ സ്വന്തം മാനം പോവും അല്ലേ? സ്വന്തം മാനം പോവും. ഈ ചെളിക്കുണ്ടിൽ കിടന്ന് ചീത്ത വിളിക്കണവനോട് അതേ രൂപത്തിൽ നമ്മൾ ചീത്ത വിളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളും ആ ചെളിക്കുണ്ടിലേക്ക് പോകുന്നല്ലാണ്ട് അവൻ നന്നായി കയറി വരൂ ഇല്ല. ആ ഉദ്ദേശത്തോടുകൂടെ വിളിക്കണവൻ കയറി വരൂല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന മറ്റു മതസ്ഥർ, അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്, അവരെ നിങ്ങൾ തെറി പറയാൻ പോരുത്. കാരണം എന്താ? നിങ്ങൾ ചീത്ത വിളിക്കുമ്പോൾ അവർ തിരിച്ചു വിളിക്കുന്നത് അള്ളാനെ ആയിരിക്കും. അവർ തിരിച്ചു ചീത്ത വിളിക്കുന്നത് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ മിണ്ടാതിരിക്കലാണ് ഖൈർ. ഈ ഹൃദയ വിശാലതയുള്ള ആളുകൾ അവരിങ്ങനെ ദ്വാരക്കും, പടച്ചോനെ, ഞങ്ങൾക്ക് മറ്റൊരാളോട് വിദ്വേഷം നീ നൽകല്ലേ അല്ലാഹ്. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബിയുടെ ഒരാൾ ചോദിക്കുന്നുണ്ട്, ദുല്ലന അല ഖൈർ, എനിക്കൊരു നല്ലത് പറഞ്ഞുതരാവോ നബിയെ? ഒരു നല്ല കാര്യം പറഞ്ഞുതരാവോ? ഇസ്ലാമിലൊരു നല്ല കാര്യം. ഈസാ നബി പറയുന്നുണ്ട്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യം പിടിക്കരുത്. എന്നിട്ട് സ്വന്തം നാവ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയും, ഈ സാധനത്തിനെ സൂക്ഷിക്കണമെന്ന് നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു. ഈ സാധനം ഡേഞ്ചറാണ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഈ സാധനത്തെക്കാൾ ഡേഞ്ചർ ഏതാണ്? ഈ രണ്ട് വിരലുകളാണ് അല്ലേ? ഒരു ദിവസം ഈ വിരലുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന അത്ര അക്രമം നാവ് കൊണ്ട് നമ്മൾ ചെയ്യണില്ല. ഇന്ന് വിദ്വേഷം പരത്തുന്നത് നാവിലൂടെയല്ല, പിന്നെ വിരലുകളിലൂടെയാണ്. വായ കൊണ്ട് പറയാൻ ആർക്കും നേരമില്ല. തെറി വിളിക്കുന്നത് വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ടാ, ഇൻസ്റ്റഗ്രാമിൽ ചീത്ത വിളിക്കുക, ഫേസ്ബുക്കിലൂടെ ചീത്ത വിളിക്കുക. നാവിനേക്കാൾ വിരല് അക്രമകാരിയായി മാറിയ ഒരു കാലഘട്ടം അല്ലെ? ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഈ അതിപ്രസര കാലഘട്ടത്തിൽ എങ്ങനെങ്കിലുമൊക്കെ വൈറലായാൽ മതി ആളുകൾക്ക്. അതിൽ മറ്റുള്ളവന്റെ സ്വകാര്യതയൊന്നും ഇവിടെ ഒരു വിഷയമല്ല. മറ്റുള്ളവരുടെ സ്വകാര്യതയൊന്നും ഒരു വിഷയമല്ല. ആരെങ്കിലും സ്വകാര്യമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് ഒളിക്യാമറയുമായി പോകാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത ചെറുപ്പക്കാരുണ്ടായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അത് തലക്ക് പിടിച്ചൊരു കാലഘട്ടം. ഇപ്പോ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ദീപക് എന്ന സഹോദരൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വീഡിയോ ആദ്യ മാത്രയിൽ കണ്ടപ്പോ നമുക്കതിലൊരു തെറ്റും തോന്നിയിട്ടില്ല. തെറ്റും ശരിയും നിർണയിക്കാൻ നമ്മളാണല്ലോ, കോടതി അത് വിധിക്കട്ടെ. എന്നാലും ഒരു തെറ്റാണങ്ങനെ തന്നെ ദുരുദ്ദേശത്തോടുകൂടെ ഒരാൾ സ്പർശിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു ലജ്ജാപരമായ സംഗതിയല്ലല്ലോ നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. അതിനെ ചിരിച്ചും കളിച്ചും ആഘോഷിക്കുന്ന രീതിയിൽ തനിക്ക് കിട്ടാൻ പോകുന്ന ലൈക്കുകളെ കുറിച്ച്, കമന്റുകളെ കുറിച്ച് ഓർത്ത് ഹർഷപുളകിതയായി നിൽക്കുന്ന ഒരു അത്രമേൽ മോശമായ രീതിയിൽ ആ വീഡിയോ എടുക്കുന്ന ഒരവസ്ഥ. അതൊരു സ്ത്രീക്ക് ചേർന്നതാണോ? അതൊരു മനുഷ്യന് ചേർന്നതാണോ? ഒരിക്കലും നമ്മളവരെ കുറ്റപ്പെടുത്തുന്നു എന്നല്ല, നമ്മളൊരാളെയും തെറ്റിനെയും ന്യായീകരിക്കുന്നതുമല്ല, അങ്ങനെ തെറ്റുണ്ടായി എന്ന് പറയുകയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ നമ്മുടെ മാത്രയിൽ അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞതാണ്. അവർക്കത് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ശബ്ദമുണ്ടാക്കി ജനങ്ങളെ കൂട്ടാമായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളിത് ആദ്യ മാത്രയിൽ കണ്ടല്ലോ, ആദ്യത്തെ ആ കാണുന്ന സിറ്റുവേഷനിൽ തന്നെ ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ
അയാളുടെ അപമാന ഭാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? ദീപക്കിനെ കൊന്നത് ഷിംജിതയല്ല, നമ്മൾ എല്ലാവരും കൂടെയാണ്. ഷിംജിത മാത്രമല്ല, നമ്മൾ എല്ലാവരും കൂടെയാണ്. കാരണം എന്തേ? അങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ അതിനെ വിധിക്കാനായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ആങ്ങളമാർ ഇറങ്ങി പുറപ്പെടുക. പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യമായി, അയാൾ ചെയ്തതും വഴികേടായി, മോശമായി, അങ്ങനെ ചെയ്യാൻ പാടില്ല, അവനെ കൊല്ലണം, അവൻ്റെ അരിഞ്ഞു കളയണം, അവനെ വെട്ടിക്കൊല്ലണം, എന്തെല്ലാം കമന്റുകളാണ്. ഇവൻ അച്ഛനില്ലേ, അമ്മയില്ലേ, ഭാര്യയില്ലേ, മക്കളില്ലേ, ഇവന്റെ അടുക്കൽ മക്കൾ സുരക്ഷിതരാണോ, എന്തെല്ലാം കമന്റുകൾ. ഇതൊക്കെ വായിക്കുന്നൊരു മനുഷ്യന്റെ മുമ്പിൽ അവന്റെ പിടുത്തം വിട്ടുപോയെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക? ഇതിൽ ആ സ്ത്രീ മാത്രമാണോ കുറ്റക്കാരി? ഇവിടെ നമ്മളെല്ലാവരും തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അങ്ങനെ പല സംഗതികളും നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ഒറ്റടിക്ക് നിങ്ങൾ വിധിക്കാൻ പോകല്ലേ. കുറച്ചു നേരത്തേക്ക് കാലു സലാമ, ഞങ്ങൾ അതിൽ ഇപ്പൊ അഭിപ്രായം പറയാനില്ല, അതിന്റെ ഫാക്ട് തെളിയട്ടെ, അതിന്റെ ഫാക്ട് തെളിയട്ടെ. അതാണ് മുസൽമാന്റെ സ്വഭാവമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെ. അവൾക്ക് അനുകൂലമായി ഇവിടെ നിയമങ്ങൾ വരാൻ കാരണം എന്താണ്? ജന്മന അല്ലെങ്കിൽ പ്രകൃതിയ അവൾ പുരുഷനേക്കാൾ ദുർബലയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടതുണ്ട്. അതുകൊണ്ട് നിയമം അവൾക്ക് അനുകൂലമാണ്. പക്ഷേ ആ നിയമത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ എത്രയെത്ര കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അന്യായമായി ലൈംഗിക ആരോപണം നേരിട്ടവർ എത്ര പേർ. പക്ഷെ ഇതിൽ സത്യമില്ല എന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ അതൊരിക്കലും വാർത്തയാകുന്നില്ല. കാലാകാലം അവന്റെ വീട്ടിലും നാട്ടിലും നാണം കെട്ടവനായി തല പോലും ഉയർത്തി നടക്കാൻ പറ്റാതായ എത്രയോ മനുഷ്യന്മാരുണ്ട്. അള്ളാഹു സത്യം തെളിയിക്കട്ടെ. ഏതായാലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതം ഒരിക്കലും വിദ്വേഷം പടർത്തുന്ന മതമല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരികയാണ്. ഒരിക്കൽ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നബിയെ മതം എന്ന് പറഞ്ഞാൽ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നല്ല സ്വഭാവമാണ് മോനെ. ആ സ്വഹാബിക്ക് തൃപ്തിയാകാതെ വീണ്ടും 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 ചോദിക്കുന്നുണ്ട്, എന്താണ് നബിയെ മതം? തൃപ്തിയാകാത്തതുപോലെ, ലാ തഗ്ളബ്, നീ ഇങ്ങനെ എടുത്തുചാട്ടക്കാരനാകരുത്, നീ കോപിഷ്ഠനാകരുത്. അനാവശ്യമായ നിന്റെ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ നീയും മോശമാകും, ഒരു സമൂഹം തന്നെ മോശമാകാൻ കാരണമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, പിശാച് നിങ്ങളെ പിശാചിനെ നിങ്ങൾ ആരാധിക്കുമെന്ന ചിന്തയൊന്നും പിശാചിനില്ല. അങ്ങനെ പിശാചിനെ നിങ്ങൾ ആരാധിക്കുമെന്ന ചിന്തയൊന്നും പിശാചിനില്ല. പക്ഷെ പിശാച് ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തും, നിങ്ങൾ അങ്ങനെ ഭിന്നിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലെ, ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കടന്നു വന്ന ബ്രിട്ടീഷുകാർ ചെയ്ത ആദ്യത്തെ പരിപാടി എന്താ? വിഭജനം. ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കി അല്ലേ? അത് തന്നെ ശൈത്താൻ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 1940കളിലാണ് കാൺപൂർ ലഹള നടക്കുന്നത്. ആ ലഹളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കൗൺസിലിനെ നിയോഗിക്കുന്നുണ്ട്. അതിന്റെ പിറകെ ഒരു പുസ്തകം രചിക്കപ്പെടുന്നുണ്ട്, ദ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ. ദ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ. ബിപിൻ ചന്ദ്ര എഴുതിയതാണ് ആ പുസ്തകം. അതിൽ കാണാം, ഈ മുസൽമാനും ഹൈന്ദവനും മതമുള്ളവർക്കിടയിൽ വരുന്ന ഈ വർഗീയ ചിന്തകളെ ഇല്ലാതാക്കാൻ റിമൂവ് ദ ഹിസ്റ്റോറിക്കൽ മിസ്കൺസെപ്ഷൻ ഇസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഡിസ്പെൻസിബിൾ സ്റ്റെപ്പ്. ഇവർക്കിടയിൽ കടന്നു വന്നിട്ടുള്ള ചരിത്രപരമായ തെറ്റിദ്ധാരണകളെ നീക്കുകയാണ് വേണ്ടത് എന്നാണ്. ആരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ. ഇപ്പൊ ബാബരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ നോക്ക്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എന്താണ് തെറ്റിദ്ധാരണ? ആ പള്ളിയുടെ അടുക്കൽ ഒരു ക്ഷേത്രമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ. അങ്ങനെ ക്ഷേത്രം പൊളിച്ചിട്ട് പള്ളി പണിയുന്നവരാണോ മുസ്ലിങ്ങൾ? അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലായ്മ ചെയ്യലാണ് മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിലുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടത് എന്ന് ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ആ തെറ്റിദ്ധാരണയുടെ ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ നോക്ക്, മലപ്പുറത്ത് നദിയുടെ തീരത്ത് ഹൈന്ദവർ ഒരു ആഘോഷം നടത്തുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആദ്യം ഗവൺമെന്റ് അതിന് നിഷേധമാണ് ഏർപ്പെടുത്തിയത്, വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും കുറ്റം പറഞ്ഞത് ആരെയാ? മലപ്പുറത്തെ കാക്കാന്മാരെയാണ്. പിന്നെ മലപ്പുറത്തെ കാക്കാന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ എത്രയോ വീഡിയോസ് നമ്മൾ കണ്ടു, അവിടെയും സർവത്ത് വെക്കുന്നത് മുസ്ലിങ്ങളാണ്. അവർക്ക് ഇത്തിരി കച്ചവടം കൂടുതൽ കിട്ടുമെന്നല്ലാണ്ട് നദിയുടെ തീരത്ത് ഹൈന്ദവർ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നതിൽ ആർക്കാണ് എതിർപ്പ്? പക്ഷെ ഇതിന്റെ ഇടയിലേക്ക് തെറ്റിദ്ധാരണയുടെ രീതികളുമായി പലരും വരും. അതിൽ മന്ത്രി ഉണ്ടാകും, മുൻമന്ത്രി ഉണ്ടാകും, പലരും ഉണ്ടാകും. അത്തരം വർത്തമാനങ്ങളുടെ പിറകെ ചുവട് പിടിച്ച് തമ്മിലടിക്കാൻ നിങ്ങൾ പോകല്ലേ.
ജാഹിലീങ്ങൾ അങ്ങനെ പലതും കൊണ്ടുവരും. ഖാലു സലാമ, അവിടെ ബുദ്ധിയുള്ളവരായി മാന്യന്മാരായി നിൽക്കുകയാണ് വേണ്ടതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ. ഒരാള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത നിങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ, ഏത് വിഷയമായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലെ കാര്യമാകട്ടെ, നാട്ടിലൊരു വിഷയമാകട്ടെ, അല്ലെങ്കിൽ ഒരാളെ കുറിച്ചുള്ള കുറ്റാകട്ടെ, നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ ഫതബയ്യനു, നിങ്ങൾ ആദ്യം തന്നെ അത് വിശ്വസിക്കല്ല വേണ്ടത്, നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യണം. ഇത് സത്യമാണോ ഇല്ലയോ എന്നറിയണം. അല്ലാതെ വിധി എഴുതരുത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ സ്വഭാവം നമ്മിൽ ഉണ്ടാകണ്ടേ? യമാമയുടെ ഭരണാധികാരിയായ സുമാമയെ കെട്ടിയിട്ടാണ്, സ്വഹാബത്ത് കെട്ടിയിട്ടിരിക്കാൻ. ക്രൂരനായ ഭരണാധികാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ മുമ്പിൽ പോയിട്ടൊന്ന് ചിരിക്കുകയാണ്. ആ ഒരൊറ്റ ചിരി ആ മനുഷ്യന്റെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു. അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചിരിക്കാൻ കഴിഞ്ഞു എന്നാണ് ശത്രുവിന്റെ മുമ്പിലും സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഈ വിദ്വേഷം പടർത്താനല്ല. അവിടെ നിന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, തർക്കു മാ ലാ യഅനി. നിനക്കറിയാത്ത വിഷയത്തിൽ മോനെ മിണ്ടാതിരുന്നോളണം. നിനക്ക് പറ്റാത്ത പണിയാണോ നീ അതിന് പോകരുത്. നമ്മളില്ലാത്ത എണി ഇല്ലാത്ത എന്താ പറയാ, ഒരു ചൊല്ലില്ലേ, നിനക്കറിയാത് ആയിക്കോട്ടെ. ഇല്ലാത്ത സംഗതി നമ്മൾ ഏണി വെച്ച് പിടിക്കുന്നു അല്ലേ? ഏതായാലും അങ്ങനെ കയറി പിടിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത പരിപാടിയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് കളിക്കരുത്. അത് സോഷ്യൽ മീഡിയയിൽ വന്നാലും വാർത്തയിൽ വന്നാലും ഫാക്ട് അറിയാതെ നമ്മൾ വിധിക്കാൻ പോകരുത്. അങ്ങനെ വിധിച്ചാൽ നമുക്കും വിധിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട് അല്ലേ? നമ്മളൊക്കെ മരിച്ചുകൊണ്ടവരല്ലേ? ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് നിന്റെ മരണമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് നിൽക്കുന്ന മരണം, ആ മരണം എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ മുമ്പിൽ കണ്ടിട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നു. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ളതാണെങ്കിൽ അവൻ ഔദാര്യവാനാണ്, റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ശക്കൂറാണ്, വദൂദാണ്, എല്ലാമാണ് അവനെനിക്ക് പുറത്തു തന്നേക്കും. പക്ഷെ അവന്റെ സൃഷ്ടികളിൽ ഒന്നിനെ വേദനിപ്പിച്ചാൽ അവര് പുറത്തു തരാതെ റബ്ബുൽ ആലമീൻ നമുക്ക് പുറത്തു തരില്ല. സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെ ഒരു പൊരുത്തം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ റൂഹ് പിടിക്കപ്പെട്ടാലോ? ഇത് ശഅബാൻ മാസം, 2 മാസങ്ങൾ, റജബും റമളാനും, അതിന്റെ ഇടയിൽ ജനങ്ങൾ മറന്നുപോകുന്നൊരു മാസമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഏതാണ് ആ മാസം? അത് ശഅബാനാണ്. ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ മാസത്തിൽ നമ്മൾ എങ്ങനെ നമ്മളാകാമെന്ന് പഠിക്കണം. തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സ്വലാത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ തേടണം. ഇത്തരം വിദ്വേഷപരമായ കാര്യങ്ങളിൽ നമ്മൾ ചെന്നുപെടാതെ നോക്കണം. നമ്മുടെ വായ കൊണ്ട് മാത്രമല്ല, ഈ കൈകൾ കൊണ്ടും ഹറാമുകൾ പ്രവർത്തിക്കാതെ, അതൊരു ചാറ്റാണെങ്കിലും ഒരു മെസ്സേജ് ആണെങ്കിലും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനർത്ഥം ദീന് പറയണ്ടെന്നല്ല, ദീൻ തുറന്നു പറയുകയും വേണം. അത് തർക്കിക്കാൻ വേണ്ടിയുമാകരുത്. കേവല തർക്കമല്ല നമ്മുടെ ലക്ഷ്യം. അയാളും ഹിദായത്തിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രണ്ടും രണ്ടായി മനസ്സിലാക്കണം. ഏതായാലും അള്ളാഹു നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് ആ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.